അപ്പൊ അമ്മൂസേ ഇന്ന് എവിടെയാണ്? എന്ത് സിനിമയെന്നറിയില്ല. ഹലോ ഗായ്സ്, ഐറിൻ അമ്മൂസ് വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം ഗായ്സ്. അമ്മൂസ് ഇന്ന് കാര്യമായിട്ട് ഒരുങ്ങുന്നുണ്ട്, എവിടേക്കോ പോവാൻ. ബെല്ലമ്മ ഒരു സ്ഥലത്തുണ്ട്, അപ്പോൾ നമുക്ക് കാണാം. ബെല്ലമ്മക്കിടണ്ട. അപ്പോൾ വേഗം ഒരുങ്ങ. മുടി അയച്ചിട്ടാണ് ഇടുന്നേ. അയച്ചിട്. അമ്മൂസ് ഇപ്പം കുളിച്ചതേ ഉള്ളൂ, അപ്പോൾ ഉണങ്ങിയിട്ടില്ല. അപ്പം ഹെയർ ബെല്ല അത് റിമോട്ട് താഴെ ഇട്ടുണ്ട്. പപ്പയുടെ നല്ലോണം കിട്ടും ബെല്ല. മുടി ഹെയർ നല്ലോണം കോംബ് ചെയ്യും, എന്നിട്ട് ലാസ്റ്റ് ഐലൈനർ ഇടാം. ചെല്ല പറയണേ, ഹെയർ നല്ലോണം കോംബ് ചെയ്തിട്ട് വാ. ഓക്കെ. എന്നിട്ട് ഹെയർ നല്ലോണം കോംബ് ചെയ്തിട്ട് വാ കേട്ടോ. ബെല്ലമ്മ എന്താ പരിപാടി? ഹെയർ ബോ ഇടണ്ടേ ബെല്ലമ്മയ്ക്ക്? വേണം. അമ്മൂസ് ഒരുങ്ങിക്കഴിഞ്ഞു. എങ്ങോട്ടാണ് പോകുന്നത്? അമ്മൂസ് ഇന്ന് മുടിയൊക്കെ അയച്ച കെട്ടിയേക്കുന്നത്. സ്വന്തം മേക്കപ്പാണ് ആ കാണുന്ന. ഐലൈനർ ഞാൻ എഴുതി കൊടുത്ത, ബാക്കി കളറൊക്കെ അമ്മൂസിനെ തന്നെ ചെയ്താണ്. പിന്നെ അമ്മൂസ് തലയിലൊക്കെ എന്തൊക്കെയോ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകളൊക്കെ ചെയ്തു. ആൻസിമ. ഓക്കെ. സമയം നോക്കാനൊക്കെ അറിയല്ലേ? ക്ലോക്ക് അറിയില്ല. കൊച്ചു ടൈം നോക്കാനൊന്നും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ക്ലോക്കിലൊന്നും അറിയുന്നില്ല. പിന്നെ അപ്പൊ എന്താ ഷൂ ഇടുന്നില്ലേ? ഷൂ ഇട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ കൂടെ കൂട്ടൂല. ഇല്ല, വേഗം ഷൂ എടുത്തിട്ടോ. ആത്ത മേടിച്ചെന്ന് ഷൂ എടുത്തിട്ട്, അല്ലെങ്കിൽ ഞാൻ ആത്തനോട് പറയും. ആത്തപ്പോ അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആത്തേ, നീ മേടിച്ചു കൊടുത്ത ഷൂ ഒന്നും ഇട്ടില്ല കേട്ടോ. സോക്സ് എടുത്തിടണം. പോയി സോക്സ് എടുത്തിട്ട് റൂമിൽ പോയിട്ട് പപ്പയുടെ നിന്ന് അടിച്ചു മാറ്റിയ പൈസയും കൊണ്ട് നടക്കുക അവള്. 20 രൂപ. ബെൽക്കുട്ടി എന്തൊക്കെ അറിയണത്? ബെൽക്കുട്ടി പപ്പയുടെ പേഴ്സ് നീ അടിച്ചു മാറ്റിയില്ലേ? സത്യം പറഞ്ഞോ? ഇല്ല സന്റേട്ട, മോള് കണ്ടില്ല. സന്റേട്ട ഇന്ന് പള്ളിയിൽ പോയപ്പോ എടുത്തിട്ടുണ്ടായിരുന്നു. വണ്ടിയുടെ ഡിക്കിന്റെ ഉള്ളിലുണ്ടോ നോക്കിയോ കയറി. സമയത്ത് സിനിമയ്ക്ക് പോകണമെന്നുള്ള കൽപ്പന വട്ടത്തി. പിന്നെ എല്ലാ കുർബാനയ്ക്കും പങ്കെടുക്കണം. അവർക്ക് മര്യാദക്ക് പറയാൻ തന്നെ അറിയില്ല. നിനക്ക് എങ്ങനെയാണ് 49 മാർക്ക് കിട്ടിയത് അമ്പയില്? ഷൂട് പപ്പ വണ്ടി എടുക്കുന്നത്. കടപ്പെട്ട ജോലികളൊന്നും ചെയ്യരുത്, കടമില്ലാത്ത ജോലികളൊക്കെ ചെയ്യാം. എന്നാ ചോദിക്കും. സബ്സ്ക്രൈബേഴ്സിനോടാണ്. അമ്മൂസ് ചോദ്യം ചോദിക്കാണ്. എന്തെങ്കിലും പൊട്ടത്തരം ചോദ്യമായിരിക്കേ. അപ്പൊ അമ്മൂസ് ചോദ്യം ചോദിച്ചിരിക്കുകയാണ്, വാട്ട് ഈസ് ദ ലാർജസ്റ്റ് റിവർ ഇൻ ദി വേൾഡ്? അപ്പൊ അറിയാവുന്നവര് കമന്റ് ചെയ്യണേ. അമ്മൂന്റെ ഷൂ ദാ ബാക്കിൽ ആരാ തപ്പി കണ്ടുപിടിക്കണ്ട ഒരുത്തി. ഇതാ ഈസക്കുട്ടി. ഈസ, ഷൂ വാരണ്ട, നിന്റെ കാലിൽ ഒരെണ്ണം ഉണ്ടല്ലോ. ഇതാര് മേടിച്ചെന്നാ? ആത്ത. സീസ നോ, ആ ചേച്ചീന്റെ, ഐറിൻ ചേച്ചീന്റെ. വേഗം അടുത്ത ഷൂസും കൂടി ഇട്. ഒക്കെ വണ്ടിയിൽ വെക്കോ.
വെക്കടി. ഇസക്കുട്ടി, ഇസക്കുട്ടി, അൻസിമ്മ പോവാണേ. ബൈ. ഇപ്പൊ പൂമ്പാറ്റയ്ക്കും വരണ്ടേ? ഇസ ബൈ 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 ബൈ. നീ വരുന്നുണ്ടോ? വരുന്നുണ്ടോ? കേറട്ടെ? അപ്പോൾ ഗൈസ് 4:30ക്കാണ് പടം. ഞങ്ങൾ താമരശ്ശേരിയാണ് ബുക്ക് ചെയ്തേക്കണത്. അപ്പോൾ താമരശ്ശേരി 4:30ക്ക് എത്തുമെന്നൊന്നും അറിയില്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന് ലേറ്റായി ഇറങ്ങിയപ്പം. പതിവ് പോലെ ലേറ്റാവും. പപ്പൻ്റെ കൂടെ ഇറങ്ങിയ എപ്പോഴും പതിവ് പോലെ ലേറ്റാവും. അപ്പോൾ പപ്പ സർപ്രൈസ് തന്നേക്ക് താമരശ്ശേരിയാണോ മുക്കമാണോ എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല എങ്ങോട്ടാണ് പോകുന്നതെന്ന്, സത്യമായിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് അറിയില്ല. അപ്പോൾ പപ്പ നല്ല സർപ്രൈസ് തന്നു. താമരശ്ശേരി തിയേറ്ററിലാണോ മുക്കം തിയേറ്ററിലാണോ എന്നൊന്നും അറിയില്ല പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാം കേട്ടോ ഗൈസ്. ഇതാ ബെല്ലമ്മ ഒരു സ്ഥലത്ത് ഇതാ അവളുടെ ഷൂസും കയ്യിൽ പിടിച്ചിട്ട് ആസ്വദിക്കുന്നുണ്ട് ട്രാവലിങ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രാവലിംഗ് ഒക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ഇതാ ഒരു 3 കുട്ടികൾ ഒരു കാറിൻ്റെ പുറകിൽ ഡിക്കിയിലിരുന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. അമ്മൂസിനൊക്കെ കണ്ടിട്ട് ഭയങ്കര ത്രില്ലായി. അങ്ങനെ ഞങ്ങളിതാ താമരശ്ശേരിയാണ് പപ്പ ഇറങ്ങിയത് ബുക്ക് ചെയ്തത് എന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങളിതാ താമരശ്ശേരി സിറ്റി മോളിലേക്ക് ചേക്കേറി. അപ്പം ഞങ്ങൾ ഇതാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് പോയി. ബാക്കിയുള്ളതൊക്കെ നമുക്ക് കാണാം കേട്ടോ ഗൈസ്. 20 പൈസ അല്ല 20 രൂപ. മേടിച്ച പപ്പയുടെ പൈസ അല്ലേ? എന്തേ താഴെ തന്നെയായിരുന്നോ? കറക്റ്റ് സമയത്ത് അടിച്ചു പറ്റി. നമ്മളെപ്പോഴും 2 കിട്ടുന്നത് സ്ക്രീൻ 1 കയറിയിട്ടല്ലേ. അമ്മൂസിന് സീറ്റില്ല. അപ്പോൾ ഗായ്സ് നമ്മുടെ ലക്കി ബസ്കർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ റിവ്യൂസൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാണട്ടെ. കൈക്കൂലി, സിനിമ, സെറ്റിൽമെന്റ്സ്, അങ്ങനെ പലതും. എന്നാൽ എല്ലാ വഴികളും നിന്ന് സ്ഥലം വയ്ക്കുന്നത് ദലാൽ സ്ട്രീറ്റ്. പോകുന്നുണ്ടെങ്കിൽ പോയിക്കോ പപ്പൻ്റെ കൂടെ. അത് പപ്പ അപ്പോൾ ഗായ്സ് നമ്മുടെ അമ്മൂസുദ ഇൻ്റർവെല്ലൊക്കെ ആയപ്പോൾ പപ്പയുടെ കൂടെ ഇറങ്ങി പോയിട്ടുണ്ട്.
അടുത്ത സ്നാക്സും കൂട്ടമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. അമ്മൂസ് ശരിക്കും തിയേറ്ററിൽ വരുന്നത് സ്നാക്സ് മേടിക്കാനാണ്, സിനിമ കാണാനല്ല. അത് ബെല്ലമ്മ ആൻസിയമ്മൻ്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഹാഫൊക്കെ അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫൊക്കെ ഞാൻ നോക്കിയിട്ട് പറയാം, കണ്ടു നോക്കിയിട്ട് പറയാം. ഓക്കെ ഗൈസ്. ചുമ പിടിക്കട്ടെ. എന്താ മോളെ ഉദ്ദേശം? വെയിറ്റ് ചെയ്യ്, പപ്പ അവിടെ. ആ സിനിമ ഇഷ്ടപ്പെട്ടോ? നല്ല സിനിമയല്ലേ? നിനക്ക് ഇഷ്ടായോ? ഇഷ്ടായോ? നല്ല സിനിമയായിരുന്നടാ, അടിപൊളിയായിരുന്നല്ലേ? പോവാ. കേറിക്കോ. ഇത് ഗ്രൗണ്ട് ഫ്ലോർ, ബേസ്മെന്റ് ആണോ? ബേസ്മെന്റ്. ഇഷ്ടായോടാ? വാ. ചൂടാണോ? ഓഫാക്കിയാൽ തണുപ്പുണ്ടാവില്ലല്ലോ, ഓണാക്കിയാലേ തണുപ്പുണ്ടാവുള്ളൂ. ചൂടുണ്ടാവോ? എത്ര മനോഹരമേ അത് ചിന്തയിലാണ് ചിന്തസമാനത് സന്ദർ കാണുന്നു ഞാൻ. എന്താ ജോണി മോനെ ജോണി യുവർ മൈ കച്ചിത് ഹണി. ജോണി മോനെ ജോണി യുവർ മൈ മണി. അങ്ങനെ ഗായ്സ്, ഞങ്ങളിതാ ഫിലിമൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളുടെ പതിവ് പോലെ പെട്രോളും അടിച്ച് ഞങ്ങൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഷോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. ഈങ്ങാപ്പുഴെത്തിയപ്പോൾ അമ്മൂസിൻ്റെ ഫ്രണ്ടിനെ കണ്ടു, ഇവാനിയെ കുട്ടീനെ കണ്ടു, അവളുടെ ക്ലാസ്മേറ്റ്, അവളുടെ ഫ്രണ്ട്, അവളുടെ എല്ലാമായി ഇവാനിയെ കുട്ടീനെ കണ്ടു. അപ്പോൾ അവർ കുറേ നേരം സംസാരിച്ചു. പോയില്ലേ? ക്യാപ്സിക്കം. വെജിറ്റബിൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് ബെല്ലമ്മയ്ക്ക് ഒരു ചെയർ പർച്ചേസ് ചെയ്യാൻ പോയി. ബെല്ലമ്മനെ ഇരുത്താൻ വേണ്ടിയിട്ട് ചെയറൊക്കെ പർച്ചേസ് ചെയ്തു. അവിടുന്ന് ഗ്രോസറി ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തു. ഞങ്ങൾ വീട്ടിലേക്ക് ഗ്രോസറി ഐറ്റംസും പർച്ചേസ് ചെയ്യുമ്പോൾ അമ്മൂൻ്റെ ഇവാനിയെ കുട്ടീനെ വീണ്ടും കണ്ടു. അപ്പം അമ്മൂസ് അവിടെ കാറിൽ നിന്ന് ആക്ഷനും ഗോഷ്ടിയൊക്കെ കാണിച്ചു. അവിടെ ഞങ്ങൾ സാധനവും മേടിച്ച് പർച്ചേസിങ് കഴിഞ്ഞ് വേഗം ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോയി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. കമന്റ്